ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് വന്നിട്ട് നമ്മളുടെ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ കണ്ടു നോക്കുക, എങ്കിലേ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ സാറ്റൻ മെറ്റീരിയൽ, അതിന് മുകളിലായിട്ട് ഇതാ ഈ ഒരു വർക്ക് മെറ്റീരിയൽ, ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു വർക്ക് മെറ്റീരിയൽ, അതിന് മുകളിലായിട്ട് ഈ ഒരു കോട്ടൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ആദ്യം ഈ ഒരു നെക്കിൻ്റെ പോർഷന് ഇതുപോലെ അടിച്ചിട്ട് മറിച്ചെടുക്കുകയാണ് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് ഇതാ നമ്മൾ ഇതുപോലെ അടിച്ചിട്ട് ചെറിയ കട്ടിങ് ഇതാ ഈ ഒരു ഭാഗത്തെല്ലാം നമ്മൾ ഇതാ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കോട്ടൺ ലൈനിങ് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് മറിച്ചെടുക്കുക. ഇതുപോലെ നമ്മൾ മറിച്ചെടുക്കണം. ഉള്ളിലോട്ട് മടങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഈ മറിച്ചെടുക്കുമ്പോൾ തിരിച്ച് ശരിക്ക് വൃത്തിക്ക് തന്നെ ഈ ഒരു ഭാഗം തിരിച്ചെടുക്കണം കേട്ടോ. പിന്നെ ചിലവരൊക്കെ ഇവിടെ ഒരു പതിച്ചൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കലുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ടോപ്പിൽ ഈ ഒരു പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ചെയ്തെടുത്ത പോലെ തന്നെ നമുക്ക് ബാക്ക് പോർഷനും കൂടെ ചെയ്തെടുക്കണം. ബാക്ക് പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സാറ്റൻ്റെ മെറ്റീരിയൽ, അതിന് മുകളിലായിട്ട് ഈ ഒരു വർക്ക് മെറ്റീരിയൽ, അതിന് മുകളിലായിട്ട് കോട്ടൺ മെറ്റീരിയൽ, ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. കോട്ടൺ മെറ്റീരിയൽ അതുപോലെ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ ഈ ഒരു കോട്ടൺ മെറ്റീരിയലും സാറ്റൻ മെറ്റീരിയലും കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെറ്റിൻ്റെ മെറ്റീരിയൽ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിലല്ല കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പീസസ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഈ ഒരു 2 പീസിലും നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എടുക്കുന്ന ഫാബ്രിക് ഏതാണോ, വെൽവെറ്റ് മെറ്റീരിയൽ ആണോ, അതുപോലെ ഏത് മെറ്റീരിയൽ ആണെങ്കിലും ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ലൈനിങ് അതിന് മുകളിൽ വെൽവെറ്റ് ആണെന്നുണ്ടെങ്കിൽ വെൽവെറ്റ് മെറ്റീരിയൽ, അതിന് മുകളിൽ കോട്ടൺ മെറ്റീരിയൽ, ഇതുപോലെ വെച്ചിട്ട് വെൽവെറ്റ് മെറ്റീരിയലിന് നമുക്ക് എക്സ്ട്രാ ഒരു ലൈനിങ് കൊടുക്കേണ്ട ആവശ്യം വരില്ല. കാരണം വെൽവെറ്റ് മെറ്റീരിയൽ അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് കോട്ടൺ ലൈനിങ് മാത്രം വെച്ചിട്ട് മറിച്ച് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ നെറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് സാറ്റനും അതിന് മുകളിൽ നെറ്റിൻ്റെ ഈ ഒരു മെറ്റീരിയലും അതിന് മുകളിൽ നമ്മൾ അതുപോലെ കോട്ടൺ മെറ്റീരിയലും വെച്ച് മറിച്ചെടുക്കുന്നത്. ഇനി സിബാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ പ്രസ് ബട്ടനാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗവും അടിച്ചെടുക്കണം, അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കൂടെ സ്ട്രൈറ്റ് ആയിട്ട് അടിച്ചിട്ട് മറിച്ചെടുക്കണം. നമ്മളിതാ അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനും, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ എക്സ്ട്രാ ഉള്ള പീസസ് ഒക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ശേഷം നമ്മൾ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയ ചെറിയ കട്ടിങ് ഈ ഒരു ഭാഗത്ത് ഇട്ടുകൊടുക്കുക. എക്സ്ട്രാ ഉള്ള പീസസ് ഒക്കെ നമ്മൾ ഈ ഒരു 2 പോർഷനിലേതും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചെടുക്കണം. നമ്മളിതുപോലെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും പതിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെയ്യുന്നില്ല, എന്തായാലും ഞാൻ അയൺ ചെയ്തെടുക്കുകയാണ്. എനിക്ക് എന്താണെന്നറിയില്ല, പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കുമ്പോൾ അതൊരു വൃത്തികേടായിട്ടാണ് തോന്നാറ്. അപ്പോൾ ചില മെറ്റീരിയൽ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്തും കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല. ഫ്രണ്ട് പോർഷൻ നമ്മൾ അയൺ ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പോർഷനും ഈ ഒരു ഭാഗത്തെല്ലാം നമ്മളൊരു പതിച്ചൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം, എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. അത് ഫ്രണ്ടും ബാക്കും എല്ലാം ഇതുപോലെ ചെയ്യണം. നമ്മൾ ഫ്രണ്ട് പോർഷൻ അയൺ ചെയ്തെടുത്ത പോലെ തന്നെ നമ്മൾ ബാക്ക് പോർഷനും അതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രസ് ബട്ടനാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ പ്രസ്സിങ് ബട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നമ്മൾ എല്ലാം ഒരുപോലെ പതിച്ചൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് എനിക്ക് വോയിസിൽ ക്ലിയറായി കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു പതിച്ച സ്റ്റിച്ചിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്തെടുക്കാനുള്ളത് ഈ ഒരു ഭാഗത്ത് കൊടുക്കുന്ന ആ ഒരു പീസാണേ. ഇനി ഇതിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുന്ന ആ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് വെക്കുന്നത് എന്ന് നോക്കാം. നമ്മളുടെ വർക്ക് മെറ്റീരിയൽ ഇതുപോലെ ഈ ഒരു സ്കാലപ്പ് ഡിസൈൻ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മെയിൻ പീസ് ഇതിൻ്റെ അളവിൽ ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടില്ല. അത് എന്തോന്ന് വെച്ചാൽ നമ്മൾ ഇതും സാറ്റനും കൂടെ വെച്ചിട്ട്
ഈ ഒരു ഭാഗം അടിച്ച് മറിച്ചെടുത്ത ശേഷമാണ് നമ്മൾ ഈ ഒരു സംഭവം വെച്ചെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഞാനിതാ ഈ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു 4 പീസും ഇത് ഞാനൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ബാക്ക് എന്നതിന് എഫും ബിയും അങ്ങനെ എഴുതി കൊടുത്തതാണ്. മാർക്ക് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും നമ്മൾ വർക്ക് മെറ്റീരിയൽ കൊടുക്കുന്നത് ഫ്രണ്ടിൽ മാത്രമാണ് ഹെവി വർക്ക് മെറ്റീരിയൽ കൊടുക്കുന്നത്. ഇത് കസ്റ്റമർ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കിൽക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ബോഡി പീസ് ചെയ്തിട്ടുള്ള ഈ ഒരു വർക്ക് മെറ്റീരിയൽ ഉണ്ടല്ലോ, ഈ ഒരു ഡിസൈൻ വരുന്നത്, ഈ ഒരു വർക്ക് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പോർഷനിൽ ഈ ഒരു സംഭവം ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ പാച്ച് വർക്കായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിക്കാം. കസ്റ്റമറുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഹെവി വർക്ക് മെറ്റീരിയൽ തന്നെ ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു സാറ്റൻ്റെ മുകളിലായിട്ട് ഈ ഒരു വർക്ക് മെറ്റീരിയൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ബാക്ക് പീസിൽ. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ മുകളിലല്ല, ബാക്ക് പീസിൻ്റെ മുകളിലാണ്. ഫ്രണ്ട് പീസിൻ്റെ മുകളിലല്ല നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ ബാക്ക് പീസിൻ്റെ ആ ഒരു മുകളിലാണ്. അതുപോലെ നമ്മൾ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് വീഡിയോയിൽ കാണും പോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു പീസിലും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. ശേഷം ലൈനിങ് പീസ് ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു ഭാഗം അടിച്ചിട്ട് മറിച്ചെടുക്കുക. ഫ്രണ്ട് പീസ് നമ്മൾ ഈ ഒരു സാറ്റനും ഈ ഒരു മെറ്റീരിയലും മാത്രമായിട്ട്, കോട്ടൺ മെറ്റീരിയലും മാത്രമായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ ഈ ഒരു ഭാഗത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ്ങും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തും നമ്മൾ ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതും 4 പീസും നമുക്ക് ഇത് തിരിച്ചിട്ട് ഒരു പതിച്ചൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഇതുപോലെ നമ്മൾ അടിച്ചിട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. ചുറ്റിനും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പതിച്ച സ്റ്റിച്ച് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് ഭാഗം, ഇത് ബാക്ക് ഭാഗം. ഇനി നമ്മൾ ഈ ഒരു ബാക്ക് ഭാഗത്തിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോയിൻ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ഈ ഒരു ബാക്ക് പോർഷനിൽ കൊടുക്കുന്നത്. കാരണം ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഹെവി വർക്ക് മെറ്റീരിയൽ ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിലൊന്നും ഇല്ലാണ്ടായി പോകൂലേ. അപ്പോൾ ഈ ഒരു വർക്കിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള കോയിൻ ലേസാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു ബാക്ക് പോർഷനിൽ ഇതുപോലെ നമ്മൾ ഇവിടെ അടിച്ചെടുക്കുക. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ റൗണ്ടിനും അടിച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തും അടിച്ചെടുക്കുക. ഈ 2 ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തത് കണ്ടില്ലേ. ഈ ഒരു കോയിൻ ലേസ് ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ഈ ഒരു ബാക്ക് പോർഷനിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു ലേസ് നേരിൽ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു വർക്കിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള കളർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കോയിൻ ലേസ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് പോർഷനിൽ മാത്രം പ്ലെയിനായി കിടക്കുന്ന പോലെ ഉണ്ടാവും. ഇനി നമുക്ക് പാച്ച് വർക്കായിട്ട് ഈ ഒരു വർക്കിൻ്റെ കട്ട് പീസൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു പോർഷനിലൊക്കെ പാച്ച് വർക്ക് കൊടുക്കണം. ഫ്രണ്ട് പോർഷൻ്റെ അതേ അളവിലാക്കിയിട്ട് ബാക്ക് പോർഷൻ ഇതുപോലെ നമ്മൾ ഇത്രയും ഭാഗം ഈ ഒരു ബാക്ക് പോർഷനിൽ പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കാനുള്ള ഈ ഒരു ഗ്യാപ്പാണ് ഇത്. ഈ ഒരു ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചിട്ട് കറക്റ്റാക്കിയിട്ട് ആം ഹോളിൻ്റെ ഭാഗമൊക്കെ കറക്റ്റാക്കുക. എന്നിട്ട് ബാക്കിയുള്ള പീസാണ് നമ്മൾ ഈ ഒരു പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കാനുള്ള ഈ ഒരു പീസിൻ്റെ ഭാഗം. എന്നിട്ട് നമ്മൾ കറക്റ്റാണോ നോക്കിയിട്ട് വേണം ഈ ഒരു പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ഈ ഒരു മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പീസും ഇതുപോലെ നമ്മൾ വെച്ച് നോക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു നെക്കിൻ്റെ പോർഷനിലുള്ള ആ ഒരു ഗ്യാപ്പൊക്കെ കറക്റ്റ് ആക്കിയിട്ട് തന്നെ നമ്മൾ ഈ ഒരു ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗത നമ്മൾ ഈ ഉള്ളത്തെ മെറ്റീരിയലും ഈ ഒരു മെറ്റീരിയലും ഇവിടെ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ അതുപോലെ വെച്ച് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊന്നും കൂടി കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഭാഗത്ത്. എന്നിട്ട് നമ്മൾ ഈ ഒരു പീസും ഇതുപോലെ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു പീസും ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗത്ത് എല്ലാം നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കണം. ഇവിടെ നമുക്ക് ഈ ഒരു ഷേപ്പ് വരണം. അപ്പോൾ ഇതുപോലെ ആണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഈ ഭാഗം ആദ്യം അടിച്ചെടുക്കുക. പതിച്ചൊരു സ്റ്റിച്ച് കൊടുത്താൽ മതി. നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട് ഇത് അടിച്ച് മറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ ഒരു ഭാഗത്തും നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം.
നമ്മളൊരു ഈസി ആയിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, ഇത് വെച്ച് കൊടുക്കുന്ന മുന്നേ ഈ ഒരു 2 പീസിൻ്റെയും ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുമോ എന്നുള്ള ആ ഒരു ടെൻഷനും വേണ്ട. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. നമ്മൾ ഈ ഒരു ഭാഗത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനിങ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് പോകും. അപ്പോൾ ഈ ഒരു ബീഡ്സൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ നീഡിലൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ ഇതും കൂടെ നമ്മൾ അടിച്ചെടുക്കുകയാണ്. ഫ്രണ്ട് പോർഷൻ ഇതുപോലെ നമ്മൾ ഫുള്ളാക്കിയിട്ട് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു. വീഡിയോയിൽ കാണും പോലെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിലും ഞാൻ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തെടുത്തു. ഇനി ആ ഒരു ഹെവി വർക്ക് മെറ്റീരിയലാണ് നമുക്ക് വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് എന്നുള്ളത് കാണിക്കാം. ഇതുപോലെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഒരു സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ആണ് ഈ ഒരു ലേസ് വർക്കിൽ വരുന്നത്, ഈ ഒരു മെറ്റീരിയലിൽ വരുന്നത്. അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഫാബ്രിക്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ആ ഒരു ഗ്യാപ്പ് അവിടെ വരും വേണം. ആ ഒരു ഗ്യാപ്പ് പോവാത്ത രീതിക്ക് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ വെച്ച് കൊടുക്കുക. അതുപോലെ ഈ ഒരു ഭാഗത്തും നമുക്ക് അതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൻ്റെ പോർഷൻ നമ്മൾ ഇതുപോലെ വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ. ആ ഒരു ഗ്യാപ്പാണല്ലോ ഈ ഒരു നെക്കിൻ്റെ ഹൈലൈറ്റ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഈ ഒരു ഭാഗത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതിയാവും. ബാക്കിയുള്ള പോർഷനിൽ ഇതുപോലെ ഒന്ന് ഇറക്കിയിട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ കറക്റ്റ് ഇവിടെ ഈ ഒരു ഷേപ്പ് കിട്ടാനും വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ചൊന്ന് ഇറങ്ങിയിട്ടായിരിക്കും ഈ ഒരു നമ്മൾ അകത്ത് ചെയ്ത് കൊടുത്തതിനെക്കാട്ടിലും കുറച്ചൊന്ന് ഇറങ്ങിയിട്ടായിരിക്കും ഈ ഒരു സ്കാലപ്പ് വർക്ക് വരിക. അപ്പോൾ അത് കുഴപ്പമില്ല, ഒന്ന് ഇറങ്ങിയിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് പോർഷനിൽ. പിന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 1 സിബർ ഫൂട്ടിട്ടിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ബീഡ്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു അറ്റം വെച്ചിട്ട് 1 സിബർ ഫൂട്ടിട്ടിട്ട് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. 1 സിബർ ഫൂട്ടൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇതുപോലെ ഈ ഒരു ഭാഗത്ത് ഹോൾ വരുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ബീഡ്സിനെ ചാരി ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പോകാൻ കഴിയും. ആദ്യം നമ്മൾ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. എങ്കിൽ നമുക്കിത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ മുട്ടുസൂചി ഈ ഒരു ഭാഗത്തും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ക്ലോത്തിൽ നിന്ന് നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ നമ്മളിത് പിടിച്ച് കറക്റ്റ് ആക്കിയിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് അടിച്ചെടുക്കണം. വീഡിയോയിൽ കാണും പോലെ സാവധാനത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്പീഡപ്പ് ആക്കാൻ പറ്റൂല കേട്ടോ. കാരണം ബീഡ്സ് ഹെവി മെറ്റീരിയലും ബീഡ്സ് വർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ സാവധാനത്തിൽ ചെയ്തെടുക്കാൻ നമുക്കിത് സാധിക്കുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലുള്ള ഹെവി വർക്ക് മെറ്റീരിയൽ വരുന്ന ടൈമിൽ മാത്രമേ നമുക്ക്, വെൽവെറ്റ് മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷയമല്ല. അപ്പോൾ അതുപോലെ സാവധാനം ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്ത അതേ പ്രോസസ്സ് തന്നെ നമ്മൾ ഈ ഒരു ഭാഗവും കൂടെ ചെയ്തെടുക്കുക. നമ്മളപ്പോൾ ഈ ഒരു അടിഭാഗത്ത് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടെ കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ ബീഡ്സൊക്കെ ഒഴിവാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹെവി മെറ്റീരിയൽ വരുമ്പോൾ നമുക്ക് സാധാരണ ഫ്രോക്കുകളും ടോപ്പുകളൊക്കെ അതുപോലെ ഒരു അരമണിക്കൂറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഡ്രസ്സുകളാണെങ്കിൽ പോലും ഇതുപോലുള്ള ഹെവി ആയിട്ടുള്ള വർക്ക് മെറ്റീരിയൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം ഇതുപോലെ ഈ ഒരു ബീഡ്സ് പൊട്ടിക്കാനായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ബീഡ്സിൻ്റെ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടൊക്കെ നമുക്ക് അത്രയും ടൈം പോവും. അപ്പോൾ ഓരോ ഡ്രസ്സിനും നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് കസ്റ്റമർ ചോദിക്കുന്ന സമയത്ത് സ്റ്റിച്ചിങ് ചാർജ് ഒരുപാട് അധികമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വർക്ക് മെറ്റീരിയലിനനുസരിച്ചിട്ടൊക്കെയാണ് സ്റ്റിച്ചിങ് ചാർജ് ഈടാക്കുക. കാരണം നമ്മൾ നോർമലായിട്ടുള്ള ടോപ്പ് ചെയ്യുന്ന പോലെയല്ല, ഇതുപോലെയുള്ള ഹെവി വർക്ക് മെറ്റീരിയൽ വരുമ്പോൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. പല ടൂൾസും ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്യണം. നമ്മളിതാ ഫുള്ളായിട്ട് ഈ ഒരു 2 പോർഷനും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
നമ്മളുടെ കസ്റ്റമർക്ക് ഈ ഒരു ഹോള് അധികം വലുതാക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഈ ഒരു ഹോള് കൊടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് കുറച്ചും കൂടെ ഒന്ന് ഇറക്കിയിട്ട് കൊടുക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. നമ്മളുടെ കസ്റ്റമറിന് ചെറുത് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ ഇത് ഇത്ര മാത്രം ലെങ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്ക് പോർഷൻ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ഈ ഒരു ബാക്ക് ഭാഗം ഇതുപോലെ ഇട്ടിട്ട് ബാക്ക് പോർഷൻ ഇത് അതുപോലെ കറക്റ്റ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ ആ ഒരു പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ആ ഒരു പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കാനുള്ള ഗ്യാപ്പൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം മറ്റേ ആ ഒരു പീസ് വെച്ച് കൊടുക്കാൻ. അപ്പോൾ അതാ ഇവിടെ നമ്മൾ തൽക്കാലം ഒരു മുട്ടുസൂചി വെച്ച് പിൻ ചെയ്ത് കൊടുക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പോർഷനിലും അതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് മെഷർമെൻറ്റ് തന്നെയാണോ നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ 2 പിൻ ചെയ്തെടുത്തു. ഇനി ഈ ഒരു ഫ്രണ്ടിൽ നമ്മൾ വെച്ച് കൊടുത്ത അതേപോലെ തന്നെ നമ്മൾ ബാക്കിൽ വെച്ച് കൊടുക്കണം. ബാക്കിലും ഈ ഒരു ഗ്യാപ്പ് ഇതുപോലെ തന്നെ വരാൻ ശ്രദ്ധിക്കുക. ബാക്കിൽ ഈ ഒരു ഗ്യാപ്പിൽ നമ്മളുടെ ഈ ഒരു ഹാങ്ങിങ് ലൈസ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് സ്റ്റിച്ചിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർഷനിൽ ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ശേഷമാണ് നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലേസിൻ്റെ ഈ ഒരു ഭാഗത്തു കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ചെയ്യാൻ നമുക്ക് ഈ ഒരു ഫൂട്ടിൻ്റെ ആവശ്യമില്ല, നോർമൽ ഫൂട്ട് തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതാ ഈ ഒരു ഫൂട്ടാണ്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഗ്യാപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മൾ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ശേഷം നമ്മൾ ഈ ഒരു പീസിൻ്റെ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്ത് കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്തും കറക്റ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നീങ്ങി പോകുന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പിൻ ചെയ്തിട്ട് കൊടുത്താൽ മതി. അതുപോലെ ഈ ഒരു ഭാഗത്ത് പിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗത്തും ഒരു പിൻ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ഭാഗത്തും നമ്മൾ പിൻ ചെയ്തെടുത്തു. ശേഷം നമ്മൾ ഈ ഒരു ആം ഹോളിൻ്റെ ഈ ഒരു കേവ് ഷേപ്പിലുള്ള ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ടെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും അപ്പോൾ ഈ ഒരു ഭാഗത്തും നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്താണ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ലേസിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടെ അങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ സാവധാനം ചെയ്തെടുത്താൽ മതി. അതുപോലെ ഈ ഒരു ഭാഗത്തോട്ട് ൊക്കെ കറക്റ്റ് ഈ ഒരു അടിഭാഗത്തോട്ട് ആക്കിയിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കോയിൻ ഇങ്ങനെ മറിഞ്ഞിട്ട് മുകൾ ഭാഗത്തേക്ക് ആയി നിൽക്കും. നിങ്ങളേത് ലേസാണോ വെച്ച് കൊടുക്കുന്നത് എങ്കിൽ അതിനനുസരിച്ചിട്ട് അങ്ങനെ നോക്കി ചെയ്താൽ മതിയാവും. ഞാനിതിനെക്കൊണ്ട് പറ്റുന്ന വിധം മാക്സിമം നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ബിഗിനേഴ്സിനാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ എത്രമാത്രം ഇത് മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതിയാവും. അപ്പോൾ ബാക്ക് പോർഷനും അതുപോലെ തന്നെ നമ്മളുടെ ഫ്രണ്ട് പോർഷനും റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഷോൾഡർ ഭാഗം ജോയിൻ ചെയ്യലാണ്. അപ്പോൾ ഈ ഒരു 2 ഷോൾഡർ ഭാഗവും ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മളുടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എപ്പോഴും നമ്മൾ ഷോൾഡർ ഭാഗം ജോയിൻ ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ ഞാൻ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. 2 ഷോൾഡർ നമ്മൾ ഇതുപോലെ 2 ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്ലീവ് അറ്റാച്ച് ചെയ്യലാണ്. അപ്പോൾ ആ ബാക്ക് പോർഷനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ബാക്ക് പോർഷൻ കണ്ടാൽ വിചാരിക്കും ഇതാണ് ഫ്രണ്ട് പോർഷൻ എന്ന്. പക്ഷേ നമ്മളുടെ ഫ്രണ്ട് പോർഷന് ഈ ഒരു ഭാഗമാണ് വരുന്നത്, ഹെവി വർക്ക് മെറ്റീരിയലുള്ള ഈ ഒരു ഭാഗമാണ് വരുന്നത്. അപ്പോൾ ഇതാ നമ്മളുടെ ഹോളൊക്കെ രണ്ടും കറക്റ്റ് ഒരേ ലെവലിൽ തന്നെ വന്നിട്ടുണ്ട്. ആം ഹോളിൻ്റെ ഭാഗവും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ സ്ലീവിൽ ഇതുപോലെ സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു സാറ്റൺ മെറ്റീരിയലിൽ ഇതുപോലെ കോട്ടൺ മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു അടിഭാഗത്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കോട്ടൺ ലൈനിങ് ഉള്ളിലോട്ട് മറിച്ചെടുക്കുക. അതിന് മുകളിലായിട്ടാണ് നമ്മൾ ആ ഒരു വർക്ക് മെറ്റീരിയൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് അടിച്ച് മറിച്ചെടുത്തിട്ട് വേണം നമുക്ക് വർക്ക് മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമ്മളിത് അതുപോലെ അടിച്ചെടുത്തു.
ഇനി ശേഷം നമ്മൾ ഈ ഒരു ലൈനിങ് പോർഷൻ ഇതുപോലെ ആക്കിയിട്ട് ആ ഒരു തയ്യൽ തുമ്പ് ഈ ഒരു രീതിക്ക് വരുന്ന രീതിക്ക് നമുക്കൊരു പതിച്ചൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു പതിച്ചൊരു സ്റ്റിച്ച് ഇട്ടെടുത്തു. ഇനി ശേഷം നമ്മൾ ഇതുപോലെ മറിച്ചെടുത്തിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയലിൻ്റെ മുകളിലോട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സ്ലീവിൻ്റെ പോർഷന് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കറക്റ്റാക്കിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ കറക്റ്റാക്കിയിട്ട് നമ്മൾ അടിച്ചെടുക്കണം. ഇവിടെ നമുക്ക് ചെറിയൊരു പീസിൻ്റെ ഒരു കുറവുണ്ട്. അത് നമ്മൾ സ്റ്റിച്ചിങ് തുമ്പായിട്ട് ഉള്ളിൽ പോകുന്ന ഭാഗമാണ്. എങ്കിലും നമ്മൾ ഇവിടെ ചെറിയൊരു പീസ് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്, നെറ്റിൻ്റെ പീസ്. ആദ്യം നമുക്ക് ഈ ഒരു പോർഷന് ഇവിടെ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത്രയും ഹെവി വർക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ബീഡ്സൊക്കെ കട്ട് ചെയ്തിട്ട് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിച്ച് കഴിക്കണമെങ്കിൽ. അപ്പോൾ നമ്മളിവിടെ ഒരു സ്റ്റിച്ചൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് എല്ലാ പോർഷനും ഒന്ന് അടിച്ചെടുക്കണം. ഒരു പതിച്ചൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു കുറവുള്ള ഭാഗത്ത് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ആ ഒരു തേരുവശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ മറിച്ചെടുക്കുകയാണ്. അതെന്തായാലും നമ്മളെ തയ്യൽ തുമ്പിൻ്റെ അകത്ത് പോകും. ആദ്യം ഇതുപോലെ നമ്മൾ സാറ്റിനും ആ ഒരു കോട്ടനും വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുക. ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് നെറ്റ് പീസ് ഇതുപോലെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റാക്കി കൊടുത്താൽ മതിയാവും. അതുപോലെ നമ്മൾ ഈ ഒരു ഭാഗവും എല്ലാം നമ്മൾ അടിച്ചെടുക്കണം. ഈ സ്ലീവ് എങ്ങനെയാണോ അടിച്ചെടുത്തത് ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ ആ ഒരു സ്ലീവും കൂടെ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവും ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഹെവി ആയിട്ടുള്ള വർക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ചൊരു പ്രയാസമുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ. അപ്പോൾ അത് രണ്ടും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മെയിൻ പീസിലോട്ട് ആ ഒരു സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റിലാണ് നമ്മൾ ഈ ഒരു ഹൈനെക്കിൻ്റെ ഈ ഒരു പോർഷന് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടിങ് ചെയ്ത് കൊടുത്ത ഭാഗവും ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗവും വെച്ചിട്ട് നമ്മൾ സാധാരണ നോർമൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്യും പോലെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതാ ഒരു സ്ലീവ് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്ലീവിന് ഇതുപോലെ കുറച്ച് പ്ലീറ്റ് ഇടാൻ കിട്ടിയതുകൊണ്ട് നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ലീവും കൂടെ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടിഭാഗം മടക്കി തയ്ക്കുക. കറക്റ്റ് മെഷർമെൻറ്റ് എത്രയാണോ എടുത്തത് 13 ഇഞ്ചാണല്ലോ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വേണ്ടത്. അപ്പോൾ ഇവിടെ ചെറിയതായിട്ടൊരു മടക്കി തയ്ച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ ഉൾഭാഗം നമുക്ക് ഷേപ്പാക്കിയും കൊടുക്കുക. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഹൈനെക്കിൻ്റെ പോർഷൻ നോക്കാം. ഇത്രയാണ് നമുക്ക് കസ്റ്റമറുടെ മെഷർമെൻറ്റ് 13 ഇഞ്ച്. ഇതുപോലെ നമുക്ക് ചെറുതാക്കിയിട്ട് മടക്കി തയ്ച്ചു കൊടുക്കണം. ഇനി ഇതിലും നമുക്ക് ഹാങ്ങിങ് ലേസ് വരുന്നുണ്ട്. ഈ കസ്റ്റമർ നമ്മളോട് ഈ ഒരു ഹാങ്ങിങ് ലേസാണ് ഇതിൻ്റെ അടിയിൽ വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ഹാങ്ങിങ് ലേസും കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു അടിച്ചെടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ഭാഗത്ത് ഇതുപോലെ നല്ല ഭാഗത്തോട്ടാണ് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുള്ളത്, രണ്ട് മടക്കാക്കിയിട്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് തിരിക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഈ ഒരു ഭാഗത്ത് ആ ഒരു നെറ്റ് ഉൾഭാഗത്തോട്ട് പോയിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തത്. ഇനി ഇതുപോലെ ഇങ്ങനെ ഇറക്കുമ്പോൾ കറക്റ്റ് വൃത്തിക്ക് നിൽക്കും. ഇനി നമുക്ക് ഇതിവിടെ വെച്ചിട്ട് ഒരൊറ്റ സ്റ്റിച്ച് ഈ ഒരു ഭാഗത്തും കൂടെ ചെയ്ത് കൊടുക്കുക. ഇനി ബാക്ക് പോർഷന് നമ്മൾ നോർമലായിട്ട് സാധാ പോലെ തന്നെ മടക്കി തയ്ച്ചെടുത്താൽ മതി. ബാക്കിൽ നമ്മൾ ഹാങ്ങിങ് സ്ലൈസ് ഒന്നും കൊടുക്കുന്നില്ല. ഇതുപോലെ തന്നെ നോർമലായിട്ടുള്ള സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് പോർഷൻ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മളുടെ മെയിനായിട്ടുള്ള ആ ഒരു പ്രോസസ്സിങ് നടക്കുന്നത്. എന്താണ്, കസ്റ്റമർ തന്നിട്ടുള്ള മെഷർമെൻറ്റിൽ നമ്മളുടെ ഹൈനെക്കിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് അളവ് തന്നിട്ടുള്ളത് 12 ഇഞ്ചാണ്. ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തെടുത്തിട്ടുള്ള മെഷർമെൻറ്റ് 12 ഇഞ്ചാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു ഇതിലൊന്ന് അളവെടുത്തിട്ട് നോക്കാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ടാപ്പ് പിടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം മുതൽ അതുപോലെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് നമ്മൾ എത്രയാണോ അളവ് വരുന്നത് അതൊന്ന് കറക്റ്റ് നോക്കിയിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 6 ഇഞ്ചാണ്.
6 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 6ഉം 6ഉം ഈ ഒരു ഭാഗത്ത് 6ഉം വരുമ്പോൾ 12 ഇഞ്ച് കറക്റ്റായിട്ട് നമ്മളുടെ ആ ഒരു മെഷർമെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ, കുറവായിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്നും കൂടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ ഒരു കട്ടിങ് കുറച്ചും കൂടെ ഒന്ന് വൈഡാക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ ആ ഒരു 12 ഇഞ്ചിൻ്റെ അളവിൽ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സാറ്റിൻ്റെ ക്ലോത്തിൽ ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഇതുപോലെ സാറ്റിൻ്റെ പീസ് നമ്മൾ രണ്ടാക്കി ഫോൾഡ് ചെയ്തിട്ടാണ് അയൺ ചെയ്തെടുത്തിട്ടുള്ളത്. വർക്ക് മെറ്റീരിയൽ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ പോർഷനിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണില്ല. നമ്മൾ സാറ്റിൻ്റെ മെറ്റീരിയലിൽ ചെയ്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ മറ്റേ ആ ഒരു ഇതിലേക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ, പാച്ച് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതിവിടെ കറക്റ്റായിട്ട് തയ്യൽ തുമ്പ് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതാ നമ്മളിതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റിച്ചിങ്ങും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അറ്റം വെച്ചിട്ട് വീഡിയോയിൽ കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു പീസിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പീസ് അതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് തയ്യൽ തുമ്പ് വേണേ. എന്നിട്ട് ഇതുപോലെ ചുറ്റിനും നമ്മൾ റൗണ്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 1/4 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമ്മൾ ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി ചെറിയ ചെറിയ കട്ടിങ് ഇതുപോലെ ചെയ്തും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ തിരിച്ചിട്ടെടുക്കുക. ഈ ഒരു എഡ്ജൊക്കെ കറക്റ്റായിട്ട് തന്നെ എടുക്കണം കേട്ടോ. പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൃത്തിക്ക് നിന്നോളും. പതിച്ച സ്റ്റിച്ച് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് ഒരു പതിച്ചൊരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഫിനിഷിങ്ങിൽ കിടക്കും. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു പതിച്ചൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മൾ ഇതുപോലെ പതിച്ചൊരു സ്റ്റിച്ചും കൂടെ ചെയ്തെടുത്തു. ഇനി ഈ ഒരു ഭാഗത്ത് തയ്യൽ തുമ്പ് മാത്രം വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള പീസസ് കട്ട് ചെയ്ത് മാറ്റുക. ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് മതിയാവും. ഇതുപോലെ ബാക്കിയുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കട്ടിങ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമ്മൾ ആദ്യം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു നെക്കിൻ്റെ പോർഷൻ എടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ്, ബാക്ക് പോർഷനിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത സമയത്ത് ഇത് നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ. അപ്പോൾ അവിടെ ഒരു കട്ടിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഭാഗം കൂടാതെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കതൊരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തത്. ഇനി ഈ ഒരു ഭാഗം കൂടെ ഓപ്പണായി വരുമ്പോഴല്ലേ നമുക്ക് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഇങ്ങനെ റൗണ്ടായി തുറക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ അതിനൊക്കെ വെച്ച് കൊടുത്താൽ നമുക്ക് ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ടെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം എടുക്കുക. എന്നിട്ട് ഈ ഒരു സാറ്റിൻ്റെ നല്ല ഭാഗത്ത് ഇതാ ഈ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ചീത്ത വശത്താണ് വെച്ച് കൊടുക്കേണ്ടത്. ഈ ഒരു ചീത്ത വശത്ത് ഇതിൻ്റെ സെൻറ്റർ ഭാഗം വെച്ച് കൊടുക്കുക. ശേഷം നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്ത ശേഷം ഇത് വലിച്ച് പിടിക്കൊന്നും ചെയ്യാണ്ട് നോർമലായിട്ട് തന്നെ ചെയ്താൽ മതി. കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് വരും. ഇതാ ഇത് നമ്മൾ കറക്റ്റ് പിടിച്ചിട്ട് ഫുൾ റൗണ്ടും നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു സെൻറ്റർ ഭാഗത്ത് തന്നെ ഈ ഒരു കട്ടിങ്ങിൻ്റെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ നമ്മൾ ആദ്യം ഈ ഒരു സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഈ ഒരു ഭാഗത്തൊരു സ്റ്റിച്ചിങ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്തെടുക്കുന്നൊരു ഈസി മെത്തേഡാണ്. ആദ്യം നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് വലിച്ചൊന്നും പിടിക്കാതെ നോർമലായിട്ട് ഇത് അതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് തുണി ഇപ്പുറത്തേക്ക് കൂടുതലായിട്ടൊന്നും വരില്ല. ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റിച്ചിങ്. ഇതും നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ ഫുള്ള് ഇതുപോലെ ഒരു ഭാഗം അടിച്ചെടുത്തു. കണ്ടില്ലേ, നെക്കിൻ്റെ ഈ ഒരു പോർഷൻ ഒരു ഭാഗം നമ്മൾ ഫുള്ളായിട്ട് അടിച്ചെടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു പോർഷൻ ഉൾഭാഗത്തോട്ടാക്കിയിട്ട് ഈ ഒരു ഭാഗത അതുപോലെ ഇവിടെ തയ്യൽ തുമ്പ് അധികം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ആ ഒരു ലേസിൻ്റെ പോർഷൻ വരുന്നതുകൊണ്ട് അവിടെ ഒരു കട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്ത് മാറ്റിയത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ തുമ്പ് ഉൾഭാഗത്ത് ആക്കിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ. ഈ ഒരു സ്റ്റിച്ചിങ് കാണാത്ത രീതിക്ക് കവർ ചെയ്തിട്ട് വേണം ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട്
റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ കവർ ചെയ്തെടുത്തു. അപ്പോൾ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഓൾറെഡി ഫിനിഷിംഗ് ആയി. കാര്യമായിട്ട് നമ്മളുടെ ഈ ഒരു ടോപ്പിൽ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ പോർഷനും അതുപോലെ ഈ ഒരു ഭാഗമൊക്കെ തന്നെയല്ലേ ഡൗട്ട് ഉള്ളത്. അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് നമ്മുടെ നെക്ക് പോർഷൻ കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ നെക്കിൻ്റെ റൗണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് നെക്കിൻ്റെ പോർഷനിൽ ഇവിടെ പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ഹുക്ക് വെച്ചിട്ട് ഈ ഒരു ഭാഗത്തോട്ട് കവർ ചെയ്യുന്ന രീതിക്ക് അങ്ങനെ വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കുളത്ത് വെച്ച് കൊടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തു. ഇതിൻ്റെ ഫൈനൽ ലുക്കും നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരാം. ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചതുകൊണ്ടാണ് ഈ വീഡിയോ ഒത്തിരി ലെങ്തായി പോയത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകൾ ഇനിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ.